രണ്ടാം ദിനവും ഫലമൊന്നും കാണാതെ തലസ്ഥാനത്തെ രക്ഷാദൌത്യം. തിരുവനന്തപുരം ആമേഴഞ്ചാൻ തോട്ടിൽ കാണാതായ ജോയിയെ ഇന്നും കണ്ടെത്താനായില്ല. തെരച്ചിൽ തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ്. ഇന്ത്യൻ നേവി സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. ശേഷം തുടർ നടപടികൾ തീരുമാനിക്കും. വിവരങ്ങളുമായി കെ പ്രശാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മെയിൽ മാത്രം നഗരസഭ റെയിൽവേക്ക് നൽകിയത് അടിയന്തരമായി ഈ പ്രദേശത്തുള്ള മാലിന്യം നീക്കണമെന്നുള്ളതായിരുന്നു റെയിൽവേക്ക് നൽകിയ നിർദ്ദേശം. പക്ഷേ അക്കാര്യത്തിൽ ഒന്നും തരത്തിൽ നടപടി ഉണ്ടായില്ല. മാത്രമല്ല, അതിനുശേഷം മെയ് 29/5/2024 കളക്ടർ തന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് കത്ത് നൽകുകയുണ്ടായി. പക്ഷേ അതിനും തുടർ നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് നഗരസഭ കുറ്റപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, ഏത് തരത്തിലാണ് നഗരസഭയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും മാലിന്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സ്വീകരിക്കാത്ത നടപടി ഉണ്ടാകുന്ന ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, ഇവിടെ ഈ മനുഷ്യവിസർജ്യം അടക്കം നീക്കം ചെയ്യുന്നതിന് എന്ത് നടപടിയാണ് റെയിൽവേ സ്വീകരിച്ചിട്ടുള്ളത് എന്ന ചോദ്യം കൂടി നഗരസഭയുടെ ഭാഗത്തുനിന്ന് അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രമല്ല, മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ റെയിൽവേക്കുണ്ടെങ്കിൽ അത് കാണിച്ചു തരാനുള്ള വെല്ലുവിളി കൂടി നഗരസഭ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതേസമയം തന്നെ ഒരു തരത്തിലുള്ള നടപടിയിലും ഗുരുതര ഒരു വീഴ്ചയും തങ്ങളുടെ ഭാഗത്തില്ല എന്ന് റെയിൽവേ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ DRM അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് നഗരസഭയുമായി തർക്കങ്ങളൊന്നും തന്നെയില്ല, പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കും. ഒപ്പം തന്നെ നഗരസഭയിൽ ചേർന്ന രക്ഷാപ്രവർത്തനവും ഒപ്പം തന്നെ മാലിന്യ നിർമ്മാർജ്ജനവും ഇനി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് റെയിൽവേ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അത് പ്രധാനപ്പെട്ട വിഷയം, ഇത്തരത്തിൽ ഈ നഗരസഭ മാലിന്യം ആര് നീക്കം ചെയ്യും എന്നൊരു തർക്കം നിലനിൽക്കുമ്പോഴും ഈ മാലിന്യങ്ങൾ പൂർണ്ണമായും ഇത് റെയിൽവേയുടേതല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെ. കാരണം ആമേഴഞ്ചാൻ തോടിൽ നിന്ന് ഒഴുകി പല സ്ഥലങ്ങളിലായി എത്തുന്നതാണ്. സ്വാഭാവികമായും നഗരസഭ നേരത്തെ ഉള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ കൃത്യമായി ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ ഇവിടെ ഇത്രയും മാലിന്യങ്ങൾ ഉണ്ടാകില്ല എന്നൊരു ആക്ഷേപം കൂടി നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ആരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചാലും ഒരു ജീവൻ ഇപ്പോഴും ഇതിനുള്ളിലുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആ കാര്യത്തിലാണ് ഇനി കൃത്യമായ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അമ്പിളി.